എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മടത്തോര് മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അലീനയും ബാലചന്ദ്രനും കൂടി പർച്ചേസിങ്ങിനൊക്കെ പോയിട്ട് എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അതിനുശേഷം ബബിതയ്ക്കുള്ള ഡ്രസ്സുമായിട്ട് അലീന ചെല്ലുകയാണ്. ആ സമയത്ത് റൂമിന് പുറത്ത് നിൽക്കിട്ട് ബബിതയെ വിളിക്കുന്നുണ്ട്. എനിക്ക് റൂമിലോട്ടൊന്ന് വരാവോ? ആ കയറി വാ എന്ന് പറയും. ഒരു കയ്യിൽ നിന്നിരിക്കുന്ന ആ പൊതി ഞാൻ കൊടുക്കുകയാണ്. ആ സമയത്ത് എന്താ ഇത് മേടിക്കേ? ആ മേടിക്കാൻ പറയും. ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ്, എനിക്കിഷ്ടമുള്ള ഡ്രസ്സാണെന്ന് പറയും. എനിക്കിപ്പോൾ ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയും. അതെന്താ അങ്ങനെ? നീ എനിക്ക് കുറേ ഡ്രസ്സ് മേടിച്ച് തന്നില്ലേ? അത് ഞാനന്ന് ചേച്ചിയുടെ ഡ്രസ്സെല്ലാം കീറി മുറിച്ചതിനുള്ള പരിഹാരമോട് ചെയ്തതാന്ന് പറയും. എന്നാൽ ഇത് പരിഹാരമൊന്നുമില്ല, ഇത് ഞാൻ നിനക്ക് ഇഷ്ടത്തോട് മേടിച്ച് തന്നെയാന്ന് പറയും. ജോലി ചെയ്യുന്ന കാശൊക്കെ കൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് മേടിച്ചതിൻ്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയും. അല്ലെങ്കിലും ഇവിടുന്ന് പോകുന്ന നിൽക്കുന്ന ആൾ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ മോളെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുന്ന് പോകുന്നതിൻ്റെ ശരിക്കുള്ള കാരണം എന്താണെന്നുള്ളത്. ഞാനിവിടുന്ന് പോയാൽ മാത്രമേ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ. ചേച്ചി ഇവിടുന്ന് തിരിച്ചു പോയിട്ട് ആരും ഇങ്ങോട്ട് തിരിച്ചു വരണ്ട എന്ന് ബബിത പറയും. അങ്ങോട്ടൊന്നും പറയരുത് മോളെ എന്ന് പറയും. അതിനുശേഷം ഞാൻ നിനക്ക് വേറൊരു സമ്മാനം കൂടി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വാച്ച് എടുത്ത് കൈ കിട്ടി കൊടുക്കുകയാണ്. അതും കൂടി കാണുമ്പോഴത്തേക്ക് ബബിതയുടെ കണ്ണൊക്കെ അങ്ങ് നിറയുകയാണ്. അലീനയോട് ആദ്യമൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിലും പിന്നെ അലീനയോട് കൂടുതൽ സ്നേഹം ബബിതയ്ക്കാണ്. എന്നിട്ടും ഞാൻ ചേച്ചിയോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ചേച്ചി എന്നോട് ക്ഷമിക്കണം, അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, നീ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. അങ്ങനെ എന്തെങ്കിലും നീ അറിയാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് ഒരിക്കലും മനസ്സിൽ വെക്കത്തില്ല. നിങ്ങളെല്ലാം ഞാൻ എൻ്റെ സഹോദരങ്ങളെ കണക്ക് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും എനിക്കതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ചേച്ചി ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ, പോകണമല്ലോ എന്ന് പറയും. അതിനുശേഷം റൂമിൽ നിന്ന് പുറത്തിറങ്ങി കൃഷ്ണ മോളുടെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ കൃഷ്ണ വിളിക്കുമ്പോൾ കൃഷ്ണയ്ക്കുള്ള ഡ്രസ്സൊക്കെ കൊടുക്കും. ചേച്ചി ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് എനിക്ക് മേടിച്ചതാണോ? പിന്നെ നിനക്ക് മേടിച്ചതാണെന്ന് പറയും. ഞാനൊരു ഊഹം വെച്ച് എടുത്തതാണ്, അളവായിരിക്കും, നീ ഒന്ന് ഇട്ടുകൊണ്ട് വന്നേന്ന് പറയും. ഞാൻ ഇട്ടുകൊണ്ട് വരാമെന്ന് പറയും. അത് ചോദിക്കും, ചേച്ചി ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചു, പോകണം. ഇപ്പം ബബിത അതാ പറഞ്ഞത് പോകണമെന്ന്. ഞാൻ പറഞ്ഞു പോയേ പറ്റത്തുള്ളൂ. പറയാം, മേഡം ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ എന്ന് കൃഷ്ണയുടെ ചോദിക്കും. ആ സമയത്ത് കൃഷ്ണമോള് പറയും, ചേച്ചി ഇത് ചേച്ചിയുടെ സ്വന്തം വീടല്ലേ, ചേച്ചിയുടെ സ്വന്തം അമ്മയല്ലേ ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അലീന കൃഷ്ണയുടെ വാ കുത്തി പിടിക്കുകയാണ്. മോളെ, ഈ ഒരു സത്യം നിനക്കും അച്ഛനും മാത്രമേ ഇവിടെ അറിയത്തുള്ളൂ. ബബിക്കും രോഹിത്തിനും ഒന്നും അറിയത്തില്ല. നമ്മളായിട്ട് അവരെ ആരും അറിയിപ്പിക്കണം. എന്നാലും ബബിയേച്ചിയും രോഹിയേട്ടനും ഇതെല്ലാം അറിയും. അപ്പോഴോ അത് അറിയുമ്പോഴല്ലേ ഇപ്പം നമ്മളായിട്ടൊന്നും അറിയിപ്പിക്കേണ്ടെന്ന് പറയും. ആ സമയത്ത് രോഹിത് അങ്ങോട്ട് വരികയാണ്. രോഹിത്തിനുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ചേച്ചി ഇപ്പോൾ ഡ്രസ്സൊക്കെ മേടിച്ച് തരുന്നത്? ചേച്ചി ഇവിടുന്ന് പോകുന്നതുകൊണ്ടാണോ ഇതൊക്കെ ചെയ്ത് തരുന്നതെന്ന് ചോദിക്കും. അങ്ങനെയൊന്നും അല്ല, എനിക്ക് നിങ്ങൾക്കൊക്കെ മേടിച്ച് തരണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. എന്നാലും ചേച്ചിക്ക് ഇവിടുന്ന് പോവാതിരുന്നോളെ. ഞങ്ങളെയൊക്കെ കാണാതെ ചേച്ചിക്ക് എങ്ങനെ കഴിയും? ഞാൻ പോയാലും നിങ്ങളെ ഒന്നും ഉപേക്ഷിച്ച് പോവുമല്ലോ. ഞാൻ പോയാലും തിരിച്ചിങ്ങോട്ട് തന്നെ വരും. നിങ്ങളെയൊക്കെ ഇടയ്ക്ക് വന്ന് കാണും. നിങ്ങൾക്കും ഞാനുള്ള സ്ഥലത്തോട്ട് ഇടയ്ക്ക് വരാം എന്നൊക്കെ അലീന എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. 3 പേർക്ക് നല്ല വിഷമമാണ് അലീന അവിടുന്ന് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ. അതിനുശേഷം നേരെ വരുന്നത് ബാലചന്ദ്രൻ്റെ അടുത്താണ്. അങ്ങനെ അലീന കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയും, അച്ഛാ എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. എന്താ മോളെ? അത് എനിക്ക് കൊല്ലപ്പള്ളി വരുന്ന പോകണമെന്ന് പറയും. എന്തിനാ ഇപ്പം അങ്ങോട്ട്? അത് ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. എനിക്ക് മേഡത്തെ ഒന്ന് കാണണമെന്ന് പറയും. ആര്? വൈജയോ? അതെ അച്ഛാ, എനിക്ക് വൈജ മേഡത്തിനെ ഒന്ന് കാണണം. നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ അമ്മ ഏത് രീതി പ്രതികരിക്കുമെന്ന് നിനക്കറിയത്തില്ലേ എന്ന് ചോദിക്കും. അതെനിക്കറിയാം, അമ്മയുടെ ആഗ്രഹമാണല്ലോ ഞാൻ ഇവിടുന്ന് പോകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പോകണമെന്ന് അമ്മ ഇവരോട് ആഗ്രഹിച്ചത്. അപ്പം അമ്മയടുത്ത് നേരിട്ട് ചെന്ന് കണ്ട് യാത്ര പറയണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ചോദിക്കും. അച്ഛനും കൂടി വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല എന്ന് പറയും. എങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയും. നീ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ മനുവിനെ വിളിക്കാം, മനുവിൻ്റെ കൂടെ നിന്നെ അങ്ങോട്ട് ആക്കുമെന്ന് പറയും. ശരി അച്ഛാന്ന് പറയും. ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരേ മോളെ ഈ ഒരു തീരുമാനം. സാരമില്ല അച്ഛാ, അമ്മ എന്തായാലും എന്നോട് ദേഷ്യപ്പെടും, എന്തായാലും എനിക്ക് ഒന്ന് കാണാമല്ലോ. അങ്ങനെ അലീന അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മനുവിനെ വിളിച്ചു വരുത്തും. അങ്ങനെ മനുവാണ് അലീനയെ കൊല്ലപ്പള്ളിയിലോട്ട് കൊണ്ടുപോകുന്നത്. കാറിൽ ഇരിക്കുമ്പോഴും മനുവിന് നല്ല വിഷമമുണ്ട്. എന്നെ തനിച്ചാക്കി പോകുന്ന കണക്കാണ് എനിക്ക് തോന്നിയെന്ന് പറയും. മനുവേട്ടൻ അങ്ങനെയൊന്നും പറയരുതേ, ഞാൻ ഇടയ്ക്ക് വരാം, മനുവേട്ടൻ എന്നെ ഫോണിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് മനുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മനുവിന് നല്ല സങ്കടമാണ്. അലീനയും മനുവും തമ്മിൽ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. കൊല്ലപ്പള്ളിയിൽ ചെല്ലുകയാണ്. ചെല്ലുന്ന ശേഷം ആദ്യം മുത്തശ്ശിയെ കാണുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെ കണ്ട് മുത്തശ്ശിയോട് യാത്ര പറയാൻ ചെല്ലുന്നുണ്ട്. മുത്തശ്ശിയെടുത്ത് പറയും, മുത്തശ്ശി ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ്, ഞാൻ ഇവിടെ വന്ന് മുത്തശ്ശിയും മേഡത്തിൻ്റെ അടുത്തും യാത്ര പറയാനായിട്ട് വന്നതാണെന്ന് പറയും. എന്നാലും എൻ്റെ കുഞ്ഞെ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നീ ഞങ്ങളുടെ സ്വന്തം
എൻ്റെ സ്വന്തം കൊച്ചുമകളാണ്, അത് അറിഞ്ഞുകൊണ്ട് പോലും നിന്നെ ആ രീതി കാണാനോ നിന്നോട് പെരുമാറാനോ കഴിയാതെ പോയല്ലോ, എന്നോട് ക്ഷമിക്കണം കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അലീനയോട് കരഞ്ഞ് ഓരോന്ന് പറയുകയാണ്. ആ സമയത്ത് പറയും, അതിന് മുത്തശ്ശി എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, മുത്തശ്ശി എന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, പിന്നെ മുത്തശ്ശിയുടെ മകളുടെ മകളാണെന്ന് അറിഞ്ഞത് ഒരുപാട് വൈകിയല്ലേ, അതിന് മുന്നേ മുത്തശ്ശി എന്നോട് സ്നേഹമായിട്ട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് മുത്തശ്ശിയോട് യാതൊരുവിധ ദേഷ്യവും ഒന്നുമില്ല, മുത്തശ്ശി എന്നും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അമ്മയെ അങ്ങോട്ട് വരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ കാണാനായിട്ട് വന്നതെന്ന് പറയും. നിനക്ക് എല്ലാ നന്മകളും ഉണ്ടാവും എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ അനുഗ്രഹം പ്രാർത്ഥന എന്നും നിൻ്റെ കൂടെ ഉണ്ടാവും, നീ നന്നായി വരുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അലീനെ അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഞാൻ പോയി മേഡത്തിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയും. അങ്ങനെ വൈജയന്തിയെ കാണാനായിട്ട് റൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. ഡോറ് തട്ടുന്ന സമയത്ത് വൈജയന്തി റൂം തുറന്നിട്ട് അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീന വന്നിട്ട് പറയും, മേഡം ഞാൻ മേഡത്തിനോട് യാത്ര ചോദിക്കാൻ വന്നതാണ്, ഞാൻ ഉടനെ തന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് പോകും, അപ്പോൾ മേഡത്തിനാണല്ലോ ഞാൻ അവിടുന്ന് പോകണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം, അതുകൊണ്ട് തന്നെ മേഡത്തിനെ കണ്ട് യാത്ര പറയാനായിട്ട് വന്നതാണ്. അപ്പോഴൊന്ന് വൈജയന്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ദേഷ്യം നിൽക്കുകയാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മേഡം എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി അങ്ങ് തിരിയുകയാണ്. നിനക്ക് ഞാൻ മാപ്പ് തരാനോ? ഇല്ലയോ, നിന്നെ ഒരിക്കലും നിനക്ക് ഞാൻ മാപ്പ് തരത്തില്ല, എൻ്റെ ശാപം എന്നും നിൻ്റെ തലയ്ക്ക് മുകളിലുണ്ടാവും. നീ ഒരുത്തി വന്നതിന് ശേഷം എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ ആയത്, എന്ത് സന്തോഷത്തിൽ ജീവിച്ചതെന്നറിയാമോ ഞങ്ങൾ, നീ ഒരുത്തിയ ഈ എല്ലാത്തിനും കാരണം, നിന്നെ എൻ്റെ കൈ കിട്ടാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. നീ എന്താ പറഞ്ഞത്, ബാലേന്ദ്രൻ എന്താ നിന്നെക്കുറിച്ച് പറഞ്ഞത്, നീ ബാലേന്ദ്രൻ്റെ മകളാണെന്നില്ലേ, കൊല്ലത്തുള്ള തങ്കശ്ശേരിയിലുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയിൽ അയാൾക്ക് ജനിച്ച മകളാണ് നീ എന്നില്ലേ, എന്തൊക്കെ കള്ളത്തരമായിരുന്നു, നിന്നെ അവിടുന്ന് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി അയാൾ ഞങ്ങളോടെല്ലാം ഇങ്ങനൊരു കള്ളം പറയുമായിരുന്നില്ലേ, എന്നിട്ട് നീയും അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിന്ന് വേലക്കാരിയായിട്ട് വന്നവൾ ബാലേന്ദ്രനെ കയറി അച്ഛാന്ന് വിളിക്കുന്നു. ഞാൻ സംശയിച്ചതുപോലെ തന്നെ നീയും ബാലചന്ദ്രനും തമ്മിൽ അച്ഛൻ മകൾ ബന്ധമല്ല എന്നൊക്കെ പറഞ്ഞ് അലീനയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുകയാണ്. അപ്പോൾ അലീനയ്ക്ക് അതൊന്നും കേട്ടിട്ട് ഒരുപാട് നേരം ക്ഷമിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നില്ല. കുറേ നേരം വൈജയന്തി അലീനയും ബാലചന്ദ്രനും ചേർത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം അലീന വൈജയന്തിക്ക് മേൽ പൊട്ടിത്തെറിക്കുകയാണ്. സത്യം എന്താണെന്നുള്ള കാര്യം അലീന അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.